അപ്പൊ നിങ്ങള് വിദ്യാർത്ഥികളാണല്ലോ അല്ലേ? ആണ്. എന്താ വിദ്യാർത്ഥി എന്നില്ലതിന്റെ അർത്ഥം? ടീച്ചർമാര് പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഞാൻ പറയാം, ശരിക്കും കേട്ടോ. വിദ്യ നിങ്ങൾക്ക് അറിയില്ലേ? വിദ്യ എന്ന് പറഞ്ഞാൽ അറിവ്. ആർത്തി കേട്ടിട്ടില്ല നിങ്ങള്? എന്തെങ്കിലും ഒരു സംഗതി കാണുമ്പോ ആർത്തിയോട് കൂടി. ചില ആളുകൾക്ക് ബിരിയാണിനോട് ആർത്തിയായിരിക്കും. കല്യാണത്തിനൊക്കെ പോയാല് സീറ്റിൽ ഇല്ലെങ്കിലും സീറ്റ് കിട്ടുമോ നോക്കി നിൽക്കും. കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തട്ടി മറിഞ്ഞ് അവിടെയൊക്കെ ആള് വലിയ കാരണന്മാരൊക്കെ തട്ടി മാറ്റി അവിടെ പോയി ഇരിക്കുന്ന ആർത്തി വിട്ടുക. ഭയങ്കര ആർത്തിയായിരിക്കും ചില ആൾക്കാർക്ക്. എത്ര കിട്ടിയാലും മതിയാകാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആർത്തിയാണ്. അത്യാവശ്യത്തിനുണ്ടാവും, എന്നാലും ആർത്തി കൂട്ടുന്ന ആളുകളുണ്ട്. അലച്ച നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കില്ല. നിങ്ങൾക്കുണ്ടോ അലച്ച ആർത്തി? അപ്പൊ നിങ്ങൾക്ക് രണ്ടിന്റെ അർത്ഥം കിട്ടി. വിദ്യ എന്നുള്ളതിന്റെ അർത്ഥം കിട്ടി, ആർത്തി എന്നുള്ളതിന്റെ അർത്ഥം കിട്ടി. വിദ്യ എന്ന് പറഞ്ഞാല് അറിവ്, ആർത്തി പറഞ്ഞാല് ആർത്തിയോടുകൂടി നിൽക്കുക അല്ലെ? ചില ആളുകൾക്ക് പൈസനോടായിരിക്കും ആർത്തി. ചില ആളുകൾക്ക് ഈ വാഹനങ്ങളോട് ആർത്തിയുള്ള ആളുകളുണ്ട്. കണ്ടുക്കണോ? വാഹനങ്ങളോട് ആർത്തിയുള്ള ആളുകള്. വാഹനങ്ങളോട് ആർത്തിയുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അറിയോ? ഒരു വണ്ടി വാങ്ങി വേറൊരു വണ്ടി കാണുമ്പോ അപ്പത്തിനും ആ വണ്ടി മാറ്റുന്നു, വേറെ അങ്ങനെ ആർത്തിയല്ല. ചില ആളുകൾക്ക് ഭക്ഷണത്തിനോട് ആർത്തി. അപ്പൊ ഭക്ഷണത്തിനോട് ആർത്തിയുള്ള ആളെ നമ്മൾക്ക് ഭക്ഷണാർത്ഥി എന്ന് വിളിക്കാം. വാഹനത്തിനോട് ആർത്തിയുള്ള ആളെ നമ്മൾക്ക് വാഹനാർത്ഥി എന്ന് വിളിക്കാം. വിദ്യയോട് ആർത്തിയുള്ള ആളെ നമുക്ക് വിദ്യാർത്ഥി എന്ന് വിളിക്കാം. വിദ്യ വളരെ ആർത്തിയോടുകൂടി സ്വീകരിക്കാൻ വേണ്ടി, വളരെ ആർത്തി, കിട്ടിയാലും മതിയാവാത്ത മനസ്സോടുകൂടി വിദ്യ നേടാൻ വരുന്ന ആൾക്കാണ് നമ്മൾ എന്ത് പറയാ? വിദ്യാർത്ഥി. നിങ്ങൾ അതിൽ പെട്ടോ? നിങ്ങൾ സ്കൂളിലും മദ്രസയിലൊക്കെ വരുന്ന കുട്ടികളാണല്ലോ. വിദ്യാർത്ഥി ആയിട്ടാണോ വരുന്നത്, അതോ ഉസ്താദ് ചീത്ത അറിയും അല്ലെങ്കിൽ ടീച്ചർ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ചീത്ത അറിയും എന്ന് കരുതിയിട്ടാണോ വരുന്നത്? വിദ്യാർത്ഥി ആയിട്ട് തന്നെയല്ലേ? ഓക്കെ. അപ്പൊ വിദ്യാർത്ഥി ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. വിദ്യാർത്ഥിന്റെ അർത്ഥം എന്താണെന്നൂടി പറഞ്ഞ? അറിവിനെ ആർത്തിയോടുകൂടി സ്വീകരിക്കാൻ വരുന്ന ആളാണ് വിദ്യാർത്ഥി. നിങ്ങളതിലുള്ള അള്ളാഹു നമ്മളൊക്കെ അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.